ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട 2 മത്സരങ്ങളാണ് ബ്രസീലിനെ അടുത്ത മാസം കാത്തിരിക്കുന്നത്. കരുത്തരായ ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. എന്നാൽ ഈ മത്സരങ്ങൾ കളിക്കാൻ ബ്രൂണോ ഗിമറസ് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. 8 ആഴ്ച മുതൽ 10 ആഴ്ച വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ബ്രൂണോയുടെ സ്ഥാനത്തേക്ക് ഒരു പകരക്കാരനെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് ആവശ്യമായി വരികയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 3 താരങ്ങളെ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. അതിലൊരു താരം അത് യുവ സൂപ്പർ താരമായ ബ്രാനോ ബിഡോൺ എന്ന താരമാണ്. അതായത് 20 വയസ്സുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ബ്രാനോ ബിഡോൺ. അദ്ദേഹം ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാത്രമല്ല, പല പൊസിഷനുകളിലും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് ബ്രാനോ ബിഡോൺ. ബ്രസീലിന്റെ അണ്ടർ 20 ടീമിന് വേണ്ടി 9 മത്സരങ്ങൾ കളിക്കുകയും 1 ഗോൾ ഇദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്. കൊറിന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനം ഇദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മറിൽ പല ക്ലബ്ബുകളും ബിഡോണിന് വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ കൊറിന്ത്യൻസ് ഈ താരത്തെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. ബ്രാനോ ബിഡോണെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വളരെ സീരിയസ് ആയിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. ഫ്ലുമിനൻസിന് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ് മാർട്ടിനെല്ലി. ഈ താരത്തെയും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോട്ടഫോഗോക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് ഡാനിലോ. ഈ താരത്തെയും ഇപ്പോൾ ആഞ്ചലോട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് പുതുമുഖങ്ങൾക്കാണ് ഇപ്പോൾ ആഞ്ചലോട്ടി പരിഗണന നൽകുന്നത്. ബ്രസീലിയൻ ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളെ ഈ പരിശീലകൻ ഇപ്പോൾ പരിഗണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ബ്രസീലിന്റെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടി കളിച്ച് പരിചയമുള്ള താരമാണ് ബിഡോൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരികയാണെങ്കിൽ അത് തീർച്ചയായും ബ്രസീലിയൻ ദേശീയ ടീമിന് മുതൽക്കൂട്ടേകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.